മഴ തോരും മുമ്പേ ഇന്നത്തെ എപ്പിസോഡ്. വൈജയന്തി, അലീന ഈ വേലക്കാരിയായിട്ട് ഇവിടെ വന്നപ്പോൾ നീ ഈ ഡൈനിങ് ടേബിളിൽ ഇരുത്താൻ സമ്മതിച്ചോ? അന്ന് അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു. പിന്നീട് നിങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി വെച്ചല്ലോ. അലീന പോയതോടെ ആ പ്രത്യേക പരിഗണന റദ്ദാക്കി. ഇന്ന് മുതൽ ആ ശീലമില്ല. നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ വേലക്കാരെ ഇരുത്താമെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്നവളെ ഇരുത്താം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ വേറെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചോളാം. നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ ഇരുന്ന് കഴിക്കുക. ഇത്രയായിട്ട് ചേച്ചിക്ക് കാര്യം മനസ്സിലായില്ലേ? ചേച്ചി ഇവിടെ ജോലിക്ക് വന്നേന്നോ കുടുംബകലഹം ഉണ്ടാക്കാൻ വന്നേന്നോ? എൻ്റെ കൊച്ചേ, ഞാനൊന്നും കലക്കാൻ വന്നേയല്ല. ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നേ ഉള്ളൂ. ഞാൻ എവിടെ ചെന്നാലും അടുക്കളയിൽ ഇരുന്നാ കഴിക്കാറ്. അവരങ്ങോട്ട് പോകുന്നു. ദേ വെല്ലിപ്പച്ച വരുന്നുണ്ട്. അലീന കഴിക്കുന്നില്ലേ? കഴിക്കുന്നു. അലീന എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. അപ്പച്ചൻ കണ്ണ് കാണിക്കുന്നുണ്ട്. അലീന വാരി കഴിക്കുന്നു. അലീന, പലതവണയായി ഞാൻ പറയുന്നു ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണമെന്ന്. എനിക്കത് വലിയ നിർബന്ധമാണ്. അതിനിനി ഒരു വിട്ടുവീഴ്ചയില്ല. കഴിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ഇവിടെ വച്ചിരിക്കുന്നത്. മോക്ക് അങ്ങനെ കഴിക്കാനാ ഇഷ്ടമെങ്കിൽ അവക്ക് ഇഷ്ടമുള്ള രീതി കഴിക്കട്ടട ലാലിച്ച. എന്തിനാ വെറുതെ നിർബന്ധം പിടിക്കുന്നത്? എൻ്റെ വീട്ടിൽ ഞാൻ പാലിച്ചു പോകുന്ന കുറച്ച് രീതികളുണ്ട്. അതനുസരിച്ചാലേ പറ്റത്തുള്ളൂ. ആർക്കു വേണ്ടി മാറ്റാൻ പറ്റത്തില്ല. അപ്പനായാലും ആരായാലും. നീ എന്നെ വെല്ലുവിളിക്കാറായോടാ? ഒരു മര്യാദ വേണം. ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണമെന്ന എൻ്റെ ആവശ്യം. എനിക്കത് മസ്റ്റാ. എനിക്ക് ഇങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാ. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചോറും കറികളും ഒക്കെ എങ്ങനെയാ തൊട്ടില്ലാതെ കഴിക്കുന്നത്? ഒരു ആർഗ്യുമെന്റിനും വരണ്ട. ഇവിടെ പാലിക്കേണ്ട കാര്യം ഇവിടെ കൃത്യമായിട്ട് പാലിക്കണം. നോ കോംപ്രമൈസ്. ഞാനേ പണ്ടേ സ്കൂളിൽ പൊക്കോണ്ടിരുന്നപ്പോഴേ അനാഥാലയത്തിൽ നിന്നൊന്നല്ല പോകുന്നത്. അന്നേരം ഒത്തിരി കറികളൊന്നും കാണത്തില്ല. ഒരു തോരനോ അച്ചാറോ. വല്യപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? ഓ മോളെ കേൾക്കുന്നുണ്ട്. വല്യപ്പച്ച, ഓ പറ. ഞാൻ സ്കൂളിൽ പൊക്കോണ്ടിരുന്നപ്പോഴേ സ്കൂളിലെ കുട്ടികൾ കൊണ്ടുവരുന്ന ഫുഡും ഞാൻ കൊണ്ടുവരുന്ന ഫുഡും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇളക്കി കുഴച്ച് കഴിക്കും. എൻ്റെ വല്യപ്പച്ച അതുപോലെ കഴിച്ചാൽ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? അത് സത്യാ മോളെ. കഴിച്ചെല്ലാം കൂടെ കഴിയുമ്പോഴത്തേനെ കയ്യിലിരിക്കുന്ന കൂടെ കഴിക്കുമ്പോഴാണ് കൈകൊണ്ട് കഴിക്കുന്ന രുചി അറിയാൻ പറ്റുന്നത്. ആ പറഞ്ഞത് ശരിയാ. നീ ഓർക്കുന്നുണ്ടോടാ ലാലിച്ച? നിന്റെ അമ്മയെ മീൻകറി ചട്ടിയിൽ മീൻകറി തീരാറാവുമ്പോൾ പഴയ കേജി ഒഴിച്ച് ഒരു പിടിയുണ്ട്. അതൊക്കെ നിനക്ക് എത്ര വാരി തന്നിരിക്കുന്നു. അലീന പിന്നെയും വാരി കഴിക്കുന്നു. അലീന, നിനക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നിരിക്കുന്നു. പലയിടത്തും പല രീതിയിലായിരിക്കും ജീവിച്ച്. അതുപോലെ ഇവിടെ പറ്റത്തില്ല. മനസ്സിലായോ? അത് പാസ്റ്റ് ലൈഫ്. അത് കഴിഞ്ഞു. ഇപ്പം ഇവിടെ ജീവിക്കുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ടാണ് ജീവിക്കുന്നത്. തോന്നിവാസം കാണിക്കേണ്ട സ്ഥലമല്ല ഇത്. എസ്പെഷ്യലി ഡൈനിങ് ടേബിൾ. റെസ്പെക്റ്റും ഡിസിപ്ലിനും മസ്റ്റായിട്ടും വേണം. ലാലിച്ച, നമുക്ക് പിന്നെ സംസാരിക്കാം. അലീന പിന്നെ അങ്ങനെ കഴിക്കുന്നു. സ്റ്റാൻലി ജോസഫ് എണീറ്റ് പോകുന്നു. അലീനയുടെ വാതിൽ വന്ന് മുട്ടുന്നു. സോറി, കിടന്നായിരുന്നോ? ഇല്ല, കിടക്കാൻ വേണ്ടി എല്ലാം ഒന്ന് റെഡിയാക്കുമായിരുന്നു. സോറി. കിടന്നോ? പപ്പ, എന്താ കാര്യമെന്ന് പറ. മേ കമിൻ? വാ. ഇവിടെ ഞാനൊരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പച്ചനും അറിയുന്നതാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഓരോ വീട്ടിലും അതിൻ്റെതായ ചിട്ടയും പ്രവർത്തന രീതികളും ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ മാറ്റും. ഇവിടെ എന്താണ് ഡിസിപ്ലിനായി നടക്കുന്ന കാര്യം? പപ്പ തന്നെ ആലോചിച്ച് നോക്കിയേ. ഊണ് മേശയെ മാത്രം മതിയോ ഇതൊക്കെ? ഈ വീടിൻ്റെ അടുക്കളയിൽ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടോ? ഈ വീടിനുണ്ടോ? പപ്പയ്ക്കൊരു ഡിസിപ്ലിൻ ഉണ്ടോ? എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രോപ്പറായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഓരോന്നിനും ഓരോന്നായ സമയക്രമം വരെ ഉണ്ട്. ഇവിടെയുള്ള ജോലിക്കാർ ഞാൻ പറയുന്നതനുസരിച്ച് ഞാൻ പറയുന്ന സമയക്രമം അനുസരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ പേര് അച്ചടക്കമെന്നല്ല, വിനയത്തോന്നാണ്. അവരൊക്കെ പപ്പയുടെ ജോലിക്കാരായതുകൊണ്ട് പപ്പ പറയുന്ന സമയത്ത് ശമ്പളം കൊടുക്കുന്നതും കൊണ്ടാണ് വിനയരായി നിൽക്കുന്നു. നീ വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ നിൽക്കണ്ട. ഡിസിപ്ലിൻ എന്ന് പറയുന്ന പപ്പയുടെ കാര്യം ഒന്ന് നോക്കിയേ. എപ്പം നോക്കിയാലും ഒരു കൈ സിഗരറ്റും കാണും, ഒരു കൈ മദ്യവും കാണും. ഇതാണോ പപ്പ പാലിച്ചു വരുന്ന ഡിസിപ്ലിൻ? ഞാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ. പിന്നെന്താ? ഞാൻ മദ്യപിച്ച് ആർക്കേലും ശല്യം ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ ഫുൾ ടൈം കള്ളു കുടിച്ചിരിക്കുന്നത് നല്ലതാണല്ലോ. അലീന, ഞാൻ ഡിസിപ്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡൈവേർട്ട് ചെയ്യാൻ നോക്കല്ലേ നീ. ഇതൊക്കെ ശരിക്കും ഡിസിപ്ലിൻ അല്ല. കുറേ ദുശീലങ്ങളുള്ള ആള് പാലിച്ചു വരുന്ന കുറേ നിയമം. അതൊക്കെ ഗംഗാധരൻ അങ്കിളിനെ ഒന്ന് നോക്കണം. ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നേ. എന്ത് ഗ്രേസാ കാണാൻ. ഗംഗാധരൻ മേനോനെ അറിയത്തില്ലയോ? അറിയാം. അതാണ് ഡിസിപ്ലിനുള്ള പട്ടാളക്കാരൻ. എനിക്ക് നീ പറയുന്നത് മനസ്സിലായി അലീന. പക്ഷേ പപ്പയെ ധിക്കരിക്കുന്നതല്ല. ഞാൻ വർഷങ്ങളായി ശീലിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒറ്റയടിക്ക് മാറ്റാൻ ചിലത് പാടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പപ്പ പറഞ്ഞിട്ട് മനസ്സിലാവാത്തതല്ല.
ഞാൻ ഒറ്റയടിക്ക് പപ്പയോട് കള്ളു കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് പറഞ്ഞാൽ നടക്കുവോ? പപ്പയെ വിഷമിപ്പിച്ചതിന് സോറി. ശരിയെന്നാ കിടന്നോ പപ്പ. ഒരു കാര്യം ശരിയല്ലെന്ന് കണ്ടാ കറക്റ്റ് ചെയ്യണ്ടായോ? ഇവിടെ എവിടെയാ ശരികേട്? എല്ലാം കറക്റ്റായിട്ടാണല്ലോ പോകുന്നത്. ഞാൻ ചോദിച്ചതാ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒന്നുമില്ല, ഗുഡ് നൈറ്റ്. നീ ഇപ്പോഴാണോ എണീക്കുന്നത്? സമയം എന്തായി? 6:30. ഞാൻ സാധാരണ 6:45 എണീക്കുന്നത്. ഇവിടെ അത് പറ്റത്തില്ല, 5:30 എണീക്കണം. അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. 6:15 വേണമെങ്കിൽ നോക്കാം. നീ കട്ടിലേലാണോ കിടക്കുന്നത്? അതെ, പായും തലേണയും കേസരിയൊക്കെ ഞാൻ കാണിച്ചു തന്നെയല്ലയോ? അയ്യോ കൊച്ചമ്മേ, എനിക്ക് നിലത്ത് കിടക്കാൻ പറ്റത്തില്ല, നടുവേദനയാ. വേഗം വന്ന് ജോലി ചെയ്യാൻ നോക്ക്. ഞാൻ വന്നേക്കാം. അമ്മയ്ക്ക് ചായ കിട്ടിയായിരുന്നോ? ഇല്ല. ഇതാരാ ഉണ്ടാക്കിയത്? അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഞാൻ ഉണ്ടാക്കിയാലും ബബിതേച്ചി ഉണ്ടാക്കിയാലും രോഹിത്തേടൻ ഉണ്ടാക്കിയാലും ചായ ഇതുപോലെ തന്നെ ഇരിക്കും. അലീന ചേച്ചിയുടെ റെസിപ്പിയാ. അലീന ചേച്ചി, ഇനിയെങ്കിലും ആ പേരൊന്നും മിണ്ടാതിരിക്കുമോ? മിണ്ടാതിരുന്നാലും മനസ്സിലുണ്ടല്ലോ. ബബിത എന്തിയെ? ബാ, കാണിച്ചു തരാം. അതെന്താ അവിടെ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് കയറി വാ, ഞങ്ങളുടെ ദേഹണ്ണൊക്കെ ഒന്ന് കാണ്. നിന്നോടാരാ കുക്ക് ചെയ്യാൻ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറയണോ? ഇതൊക്കെ അങ്ങ് നോക്കിയും കണ്ടും ചെയ്താൽ പോരെയോ? ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോഴേ എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ലായിരുന്നല്ലോ. അന്ന് സർവൻ്റ് ഉണ്ടായിരുന്നല്ലോ. സർവൻ്റ് ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും കാരണം പറഞ്ഞോ, എന്തെങ്കിലും ആവശ്യത്തിനോ എത്ര ദിവസം അവർ വരാതിരുന്നിട്ടുണ്ട്? അന്നൊന്നും ആരെയും കണ്ടില്ലല്ലോ. അന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. അമ്മയൊന്നും പഠിപ്പിച്ചും തന്നില്ലായിരുന്നു. ഇപ്പം അലീന ചേച്ചി പഠിപ്പിച്ചു. എല്ലാം പഠിപ്പിക്കാനും വെക്കാനും കാണിച്ചു തന്നു. അവരുടെ പേര് പറയലേന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മറന്നോ നീ? ഓ സോറി. കഴക്കൂട്ട അനാഥാലയത്തിൽ നിന്ന് അച്ഛനും മനുവേട്ടനും കൂടെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? ആ കുട്ടി പഠിപ്പിച്ചയാ. അവള് പഠിപ്പിച്ചേക്കെ അവളുടെ വീട്ടിൽ ചെന്ന് പഠിച്ചാൽ മതി. ഇതല്ലേ ആ ചേച്ചിയുടെ വീട്? ഇതെങ്ങനെ അവളുടെ വീടാവുന്നേ? അച്ഛൻ ദത്തെടുത്തയല്ലായിരുന്നോ? അമ്മ പറഞ്ഞു വിട്ടു. അച്ഛൻ ദത്തെടുത്തയല്ല, കൊത്തിയെടുത്തതാ. നാശം പിടിച്ചവള്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അവള് പഠിപ്പിച്ച ഈ വീട്ടിലൊന്നും വേണ്ട. നല്ലയാണെങ്കിലും വേണ്ട, ചീത്തയാണെങ്കിലും വേണ്ട. ഇതെൻ്റെ വീടാ. എൻ്റെ മക്കളെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. കണ്ട പിഴച്ചവളൊന്നും പഠിപ്പിച്ച ഒരു ശീലവും ഇവിടെ വേണ്ട. എൻ്റെ അമ്മേ, ദൈവത്തെ ഓർത്തെങ്കിൽ ഇനിയെങ്കിലും ഈ വീട്ടിൽ വിഷം കലക്കല്ലേ. ഞങ്ങളൊക്കെ ഒരുവിധം സ്നേഹിച്ച് സഹകരിച്ച് സമാധാനമായിട്ട് ജീവിക്കുക. ഇവിടെ നരകം ഉണ്ടാക്കാൻ പോവല്ലേ? എടാ, ഞാൻ ഇവിടെ വന്നയാണോ നരകം? ഞാനാണോ നരകം കൊണ്ടുവന്നത്? കൊണ്ടുവന്നെന്നല്ല, കൊണ്ടുവരല്ലേന്ന്. ഞാനല്ല നരകമാക്കിയത്, അവളാ ഈ വീട് നരകമാക്കിയത്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവളങ്ങ് പോയി. ലക്ഷക്കണക്കിന് മുതലുമായി അങ്ങ്. ഇപ്പം ഞങ്ങൾ എന്നാ ചെയ്യണം? ഈ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇത്ര വലിയ കുറ്റം. അതിന് ഞാനിവിടെ വേലക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ജോലി പഠിക്കുക എന്നുള്ളതാ. ഞങ്ങളുടെ ഇഷ്ടത്തിന് വായ്ക്ക് രുചിയായിട്ട് എന്തേലും വേണ്ടായോ? വേലക്കാരി തോന്നിയ പോലെ ഉരുട്ടി തരുന്നത് കഴിക്കണം അല്ലേ? ഞാൻ പറയുന്നത് പോലെയായിരുന്നു ഈ വീട്ടിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ തന്നെ മതി. നാ പിടി, നശിപ്പിച്ചാലേ അടങ്ങത്തുള്ളൂ അല്ലേ? അതെ, വൃത്തി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. വെച്ച സാധനങ്ങൾ അവിടെ തന്നെ കാണണം. എടുത്തിട്ട് അതാത് സ്ഥാനത്ത് തന്നെ കാണാൻ, അല്ലാതെ ഇങ്ങനെ നിരത്തിയിടല്. ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. ഇനി നമുക്ക് ഉച്ചക്കലത്തെ നോക്കാം. ചേച്ചി, ഞാൻ ആ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഇറച്ചി മീനും ഒന്നും കണ്ടില്ല. അത് നോക്കാം നാളത്തേന്. എന്തൊക്കെ സാധനം ഇല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഇട്ടാൽ മതി. അതെ, ചേച്ചി എന്നല്ല, ഒന്നെങ്കിൽ മേഡം, അല്ലെങ്കിൽ കൊച്ചമ്മ, അല്ലെങ്കിൽ ഇത് രണ്ടിൽ ഏതേലും ഒന്ന് മതി. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കും.